പാർവതി, ഈ മാജിക് ബോക്സിലെ രഹസ്യത്തിന് ജീവന്റെ വിലയാ. അതൊരു പ്രാണരഹസ്യോ മോളെ, പ്രാണരഹസ്യം. അല്ല ഗായത്രിയമ്മ ഇതെങ്ങോട്ടാ? എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ റെഡിയായി വരുമ്പോ ലേറ്റ് ആവുമല്ലോ. ശേഖരൻ ഡ്രസ് ചേഞ്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഉദയന്നൂർ വഴി ലക്ഷ്മിപുരത്തേക്ക്. ഒറ്റയ്ക്കോ? ഗായത്രിയമ്മ എന്താ പറഞ്ഞ? ലക്ഷ്മിപുരം വരെ ഒറ്റയ്ക്ക് പോവാനോ? ഞാൻ സമ്മതിക്കില്ല. ഒറ്റയ്ക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ടെൻഷൻ അടിക്കുന്ന ശേഖർ? ഞാൻ പോയിട്ട് വരാന്നേ. നീ ഇവിടെ നിൽക്ക്. വിശാലിന്റെ ബർത്ത്ഡേ വരെയല്ലേ, നീ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. ഒരുക്കങ്ങളെല്ലാം നീ തന്നെ മുന്നിൽ നിന്ന് നടത്തണം. അത് ഞാൻ ലക്ഷ്മിപുരത്തിന് പോയിട്ട് വന്നിട്ട് ചെയ്യാം. എന്തായാലും ഗായത്രിയമ്മ തനിയെ പോണ്ട. ആദ്യം ഞാൻ പറയുന്നത് കേക്ക് ശേഖര, നീ ഇവിടെ ഉണ്ടാവണം. പ്രഭാവതി എന്നോട് പറഞ്ഞു ബർത്ത്ഡേ കാര്യങ്ങൾ നോക്കാൻ ശേഖരനെ വിട്ടു തരണോന്ന്. നീ ഇവിടെ നിൽക്ക് ശേഖര. പ്രഭാവതി പറഞ്ഞാൽ നിൽക്കാനാവില്ല ഗായത്രിയമ്മേ. അവൾ ആരാ ഉത്തരവിടാൻ? ഞാൻ ഗായത്രിയമ്മയ്ക്കും ഗോപിനാഥ് സാറിനും വേണ്ടി ജീവിക്കുന്നവനാ. നിങ്ങൾ പറഞ്ഞ മരിക്കാൻ വരെ തയ്യാറാ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പ്രഭാവതി പറഞ്ഞതില് ന്യായമുണ്ടെന്ന് തോന്നി. നീ ഇവിടെ നിന്നാ എനിക്ക് ധൈര്യമായി ലക്ഷ്മിപുരത്തേക്ക് പോയിട്ട് വരാല്ലോ. ശരി, അമ്മ പറഞ്ഞ ഞാൻ കേക്കാം. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അല്ല കയ്യിലെന്താ അമ്മയുടെ? ഓ ഇതൊരു മാജിക് ബോക്സ്. വിശാലിന് വേണ്ടി വാങ്ങിയതാ. അല്ല കൊള്ളാലോ. ഗായത്രിയമ്മ എന്ത് വാങ്ങിയാലും അതിലൊരു പുതുമയുണ്ടാവും. വിശാലിന് ഇത് ഇഷ്ടാവോ ശേഖര? ഈ ഗിഫ്റ്റ് ലൈഫ് ലോങ് അവന്റെ കയ്യിലുണ്ടാവണം. അതാ എന്റെ ആഗ്രഹം. അമ്മയുടെ ഏത് ആഗ്രഹം നടക്കാത്തത്? ഉദയന്നൂരമ്മ എന്റെ അമ്മയെ കാത്തോളൂന്ന് എനിക്ക് ഉറപ്പാ. അല്ല അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല ശേഖര, ടൈം ഇല്ല. ഓ, പോകുന്ന വഴി എന്തെങ്കിലും കഴിക്കാം. ലക്ഷ്മിപുരത്തിന് പോകുന്ന വഴി നല്ല കടകളൊന്നും കാണില്ല ഗായത്രിയമ്മേ. എന്തെങ്കിലും അല്പം കഴിച്ചിട്ട് പോകൂ. ഈ ജ്യൂസെങ്കിലും അല്പം കുടിച്ചിട്ട് പോകൂ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകുന്നതാ. മതി. എന്നാ ശരി, ഞാൻ പോട്ടെ ശേഖര. അങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ ഗായത്രിയമ്മേ. ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം. ഓക്കെ ഓക്കെ, ഞാൻ പോയിട്ട് വരാം ശേഖര. ആ സൂക്ഷിച്ച്. ഇപ്പൊ വീണേനെ. സൂക്ഷിച്ച് നടക്കമ്മേ. അതാ ഞാൻ കൂടി വരാന്ന് പറഞ്ഞത്. കൊഴപ്പില്ല ശേഖര, നീ വരണ്ട, ഞാൻ പോയിട്ട് വരാം. പ്രതാപനോട് വേഗം ഇറങ്ങി വരാൻ പറയൂ. ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നോട് പറഞ്ഞതേ ഇല്ല. ഇത്ര കടുത്ത തീരുമാനം എടുക്കുമ്പോ ഞാൻ കൂടി അറിഞ്ഞിരിക്കണ്ടേ? അല്ലേച്ചി, എന്ത് തീരുമാനം എടുത്തെന്ന് ചേച്ചി പറഞ്ഞു വരുന്നേ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എത്ര നാളിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണം പ്രതാപ? നക്കാപ്പിച്ച കാശിന് വേണ്ടി യാചിച്ച് നിന്ന് ഞാൻ മടുത്തു. ഒറ്റയടിക്ക് എനിക്ക് കോടീശ്വരി ആവണം. അല്ലാതെ കിട്ടുന്നതും വാങ്ങി തൃപ്തിയോടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. ചേച്ചി എന്തായി പറഞ്ഞു വരുന്നേ? ഗോപി സാറിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ? ഇപ്പൊ തന്നെ അയാൾ അറിയാതെ ചേച്ചി പലപ്പോഴും അടിച്ചു മാറ്റുന്നില്ലേ? ഇൻസ്റ്റാൾമെന്റ് പരിപാടിയൊക്കെ ഞാൻ നിർത്തി പ്രതാപ. തോറ്റു വീണ്ടും പരീക്ഷ എഴുതാനേ എനിക്ക് സമയമില്ല. ഒറ്റയടിക്ക് ജയിക്കണം. അതിന് എന്ത് കുറുക്കു വഴിയും നോക്കും ഈ പ്രഭാവതി. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്ന ഒന്ന് തെളിച്ചു പറ. ഞാനും കൂടെ ഒന്ന് തയ്യാറെടുപ്പ് നടത്തട്ടെ.
ഗായത്രി ദേവിയുടെ ഇന്നത്തെ പോക്ക് അവസാനത്തെ പോക്കാവണം. ലക്ഷ്മീപുരത്ത് നിന്ന് അവൾക്ക് ജീവനോടെ ഒരു മടങ്ങിവരവുണ്ടാവരുത്. കൊല്ലാനോ? ചേച്ചി എന്തായി പറയുന്നതെന്ന് ചേച്ചിക്ക് വല്ല ബോധമുണ്ടോ? ചേച്ചി ഇത് മാറടാ. ദേ, നമ്മൾ രണ്ടാളും അകത്ത് കിടന്ന് ഉണ്ട് തിന്നേണ്ടി വരും. കാശ് അടിച്ചു മാറ്റുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല ഈ മർഡർ എന്ന് പറയുന്നത്. ദൃക്സാക്ഷി ഇല്ലാതെ സംഭവം നടത്താൻ ഭയങ്കര റിസ്ക് ആയി. മർഡർ ചെയ്യാനൊന്നും അത്ര റിസ്ക് ഇല്ല പ്രതാപ. വിശ്വാസവഞ്ചനയേക്കാൾ വലിയൊരു മർഡർ ഈ ഭൂമിയിൽ വേറെ ഇല്ല. അതാണ് ഞാനും നീയും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിന് ഗായത്രി ദേവിയെ തട്ടാൻ നമ്മൾ ഭയക്കണം? ശരി, എന്നാ ലക്ഷ്മിപുരത്തേക്ക് പോകുന്ന ഗായത്രി ദേവിയെ തട്ടാൻ കൊട്ടേഷൻ കൊണ്ട് കരിമണം കാളി ഏർപ്പാട് ചെയ്യട്ടെ. ഒന്നും വേണ്ട. ഗായത്രി ദേവിയുടെ വിശ്വസ്തനായൊരു ഡ്രൈവർ ഉണ്ടല്ലോ, ആ ആള് മതി. ആര്, ഞാനോ? എന്റെ പൊന്നിയേച്ചി കൊലപാതകം എന്ന് കേട്ടപ്പോഴേ എന്റെ ചങ്കെടുപ്പ് കൂടി. ഇനിയിപ്പോ ആ കർമ്മം ഞാൻ ചെയ്യണമെന്ന് ചേച്ചി പറഞ്ഞാലേ എന്റെ ചങ്കെടുപ്പ് നിന്നു പോവുകയുള്ളൂ. ഈ പ്ലാൻ ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് ഈ പ്രഭാവതിക്ക് നന്നായിട്ടറിയാം. അതോർത്ത് എന്റെ അനിയൻ തല പുണ്ണാക്കണ്ട. പക്ഷെ ഗായത്രി ദേവി മരിക്കുന്നതിന് മുൻപ് അവൾ അറിയണം അവളെ കൊന്നത് ഈ പ്രഭാവതിയാണെന്ന്. എന്റെ പൊന്നിയേച്ചി അവരെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുക്കുന്നത് നല്ലത് അല്ല പ്രതാപ. യാത്രക്കിടയിൽ ജ്യൂസ് കുടിക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് അവൾക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഞാൻ തന്നെ തയ്യാറാക്കി. അവൾ അറിയണം ഈ ജ്യൂസ് കൊടുത്തത് ഞാനാണെന്ന്. ഈ ജ്യൂസിൽ വിഷം കലർത്തിയത് ഈ പ്രഭാവതിയാണെന്നും അവൾ അറിയണം. അതവളോട് പറയേണ്ടതും നീ തന്നെയാവണം. ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ എന്നായാലും അത് പുറത്തു വരും. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയോടെ അവൾ മരിക്കണം. ആ മരണം ഒരു സുഖമുള്ള മരണമാണ് പ്രതാപ. പക്ഷേ ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, അത് ലൈവായി കാണാൻ പറ്റില്ലല്ലോ എന്ന്. ചെല്ല്, അവള് നിന്നെയും കാത്ത് പുറത്ത് നിപ്പുണ്ടാവും. മേടിക്കടാ. ഓൾ ദി ബെസ്റ്റ്. ആ അളിയോ, പന്തലും കസേരയൊക്കെ റെഡിയാക്കി വെച്ചോ, ആവശ്യം വരും. എടി രാക്ഷസി, നീ എന്റെ ഗായത്രി അമ്മ എന്താടി ചെയ്യാൻ പോന്നെ? ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവളെ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി. തൊട്ടുപോവരുതന്നെ. എന്റെ ദേഹത്ത് തൊട്ടാ ഗായത്രിക്ക് മുമ്പേ നിങ്ങൾ പരലോകത്തെത്തും. എന്താ സംശയമുണ്ടോ? പ്രഭാവതി, ഈ കൊലച്ചിരി നിന്റെ അവസാനത്തെ ചിരിയ. എന്റെ ഗായത്രി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച നിന്റെ അവസാനമായിരിക്കും. എന്നെ കൊല്ലുന്നതിന് മുൻപ് സമയം കളയാതെ ആ ഗായത്രി ദേവിയെ പോയി രക്ഷിക്കാൻ നോക്ക്. എന്നോടുള്ള പ്രതികാരം തിരികെ വന്നിട്ടും ആവാലോ. ഞാൻ എങ്ങോട്ടും ഓടിപ്പോവില്ല. പ്രഭാവതി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഭയന്നോടാൻ പ്രഭാവതി ഭീരുവല്ല.
ഗായത്രിയെ രക്ഷിക്കാൻ ഓടിയ എന്റെ ഹസ്ബൻഡ് ഇനി തിരിച്ചു വരരുത്. അയാളുടെ വായിൽ നിന്ന് ഈ രഹസ്യങ്ങൾ പുറത്തു പോകുന്നതിന് മുൻപ് അയാളെ കൊല്ലണം. അല്ലെങ്കിൽ ആ കൊലക്കുറ്റം അയാളിൽ ചുമത്തണം. എന്താ മുത്തശ്ശ, എന്തായിരിക്കും ഇതിനുള്ളില്? അറിയപ്പെടാത്ത രഹസ്യങ്ങള് അറിയേണ്ട സമയമാവുമ്പോ താനേ പുറത്തു വരും. ഉദയന്നൂരമ്മ ആ രഹസ്യം നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കും. മോളിത് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണം. ഇവിടെ ഉള്ള ചില വിഷവിത്തുകളുടെ കണ്ണിപ്പെട്ട ഇതിന്റെ ആയുസ്സും ആയുസറ്റാതെ ഇല്ലാതാവും. ബുദ്ധിയില്ലാത്ത കഴുത മാട് പോലെ വളർന്നേ ഉള്ളൂ. തലയ്ക്കകത്ത് ആൾതാമസമില്ല. ഓരോന്നും കൊണ്ട് എറിഞ്ഞിട്ട് പോവും. അടുക്കും ചിട്ടയും ലെവലേശുമില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രതാപ, എടാ ഒന്ന് ഓടി വരുമോ? ഇതെങ്ങനെ ഇവിടെ വന്നു? ആരെങ്കിലും കൊണ്ട് ഇട്ടതാണോ? എന്താ എന്താ ചേച്ചി, എന്താ പറ്റിയേ? വല്ല പാറ്റം കണ്ട് പേടിച്ചോ? അത് സ്വപ്നം കണ്ട് പേടിച്ചോ? എന്താ? പാർട്ടിയും സ്വപ്നമൊന്നും അല്ലടാ. ഫയൽ, നീ ആ ഫയൽ ഒന്ന് നോക്കിയേ. വീരശൂര പരാക്രമിയായ പ്രഭാവതി തമ്പുരാട്ടി കേവലം ഈ ഓഫീസ് ഫയൽ കണ്ട് പേടിക്കുന്നോ? അയ്യോ, ലജ്ജാവഹം. എടാ, വാചകം അടിക്കാതെ ആ ഫയലിനകത്ത് എന്താന്ന് നീ ഒന്ന് തുറന്നു നോക്ക്. അയ്യോ, ഇതിനകത്ത് എന്താ എത്ര പേടിക്കാനുള്ളേ? ഈ ചെക്ക് ലീഫ് കണ്ടിട്ടാണോ ചേച്ചി പേടിച്ചേ? എന്റെ പ്രതാപ, ഈ ചെക്ക് ഏത് ചെക്കാണെന്ന് നിനക്ക് മനസ്സിലായോ? കണ്ണ് തുറന്നു നോക്കടാ. അതും ഇത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ചേച്ചി, ഇത് ആ ചെക്കല്ലേ? ആ പഴയ ചെക്ക് ലീഫല്ലേ ഇത്? അതെ പ്രതാപ. ഇതെങ്ങനെ ഇവിടെ വന്നു? പറയാം. അതിനു മുമ്പ് നീ ചെക്ക് ലീഫിൽ എഴുതി വെച്ചിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കിയേ. നന്ദിയില്ലാത്ത നായ്ക്കൾക്ക്. ഇത് ചേച്ചി തന്നെ എഴുതിയല്ലേ? ഇത് ഞാൻ തന്നെ എഴുതിയത്. പക്ഷെ എന്നെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചത് ഗായത്രി ദേവിയാ. എനിക്കറിയാം, അവൾ എന്നെ ഉദ്ദേശിച്ചു തന്നെയാ എന്നെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചതെന്ന്. അതിനെന്താ ചേച്ചി, അവർ ചത്തു തുറഞ്ഞില്ലേ? ഇനി എന്തിനാ പേടിക്കുന്നേ? ഗായത്രി ദേവി ജീവിച്ചിരുന്നപ്പോ എനിക്ക് ഇത്രയ്ക്ക് ഭയമില്ലായിരുന്നു പ്രതാപ. അവള് മരിച്ചിട്ട് 16 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴാ എനിക്ക് ഭയം. അവളെ ഓർത്താലേ ഞാൻ ആലില പോലെ വിറയ്ക്കുക. ചേച്ചി ചത്തു തുറഞ്ഞൊരു ക്രിമികീടത്തെ ഓർത്ത് ചേച്ചി എന്തിനാ ആലില പോലെ വിറയ്ക്കുന്നേ? വിറച്ചു പോകും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം കർച്ചീഫ്, നമ്മള് ക്ലോറോഫോം മുക്കിയ അതേ കർച്ചീഫ്. പിന്നെ അന്ന് ആ സ്വർണ്ണവിള കൊറിയറിൽ വന്നത്
പിന്നെ 16 വർഷം പഴക്കമുള്ള ആ ഫോട്ടോ ഒന്നൊന്നായിട്ട് എന്റെ റൂമിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരുന്നു. ഒടുവിലിതേ ഈ ചെക്കും. ഇനിയേ നീ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. അപ്പൊ കിട്ടും ഞാൻ ആലില പോലെ വിറച്ചതിനുള്ള ഉത്തരം. ശരി ചേച്ചി, ഇപ്പൊ എനിക്കും ചെറിയൊരു വിറയല് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴല്ലേ എനിക്ക് കാര്യത്തിന്റെ ഗുഡൻസ് പിടികിട്ടിയത്. എടാ പ്രതാപ, ഇതൊന്നും യാദൃച്ഛികമായിട്ട് എന്റെ മുറിയിൽ വന്നതല്ല. 100% ഇതാരോ എന്റെ മുറിയിൽ മനഃപൂർവ്വം കൊണ്ടുവച്ചതാ. നീ എഴുതി വെച്ചോ പ്രതാപ. ആരായാലും ശരി, അവനെ ഈ പ്രഭാവതി കണ്ടെത്തിയിരിക്കും. ഇനിയിപ്പോ കള്ളം കപ്പലിൽ തന്നെ ഉണ്ടോ? അതാ എന്റെ സംശയം. പ്രതാപ, സത്യം പറയണം, നീയല്ലേ എനിക്കിട്ട് പണിയുന്നത്? നീ സത്യത്തിൽ സ്പൈ അല്ലേ? അല്ലെങ്കിൽ എന്റെ പ്ലാനൊക്കെ എങ്ങനെയാടാ പൊളിയുന്നേ? പോയിച്ചു അവിടുന്ന് കോമഡി പറയുന്നു. സ്പൈ ആണ് പോലും ഞാനോ? ഈ ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിലേ ഞാൻ എപ്പോഴും മുംബൈ പോയി ഡോൺ ആയനെ. സ്പൈ ആണ് പോലും. ചേച്ചി ഇങ്ങനെ പേടിച്ചാലോ? ചേച്ചിക്കിട്ട് ചെക്ക് വെച്ചാലേ നമുക്ക് പൊക്കാം. എന്നിട്ട് ഒരു അടാർ ചെക്ക് നമുക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. പിന്നെ അവൻ ഈ ജന്മത്തിലെന്നല്ല, ഒരു ജന്മത്തിലും ആർക്കും ചെക്ക് വെക്കരുത്. ചേച്ചി ഇത് കണ്ടോ? എന്താ ചേച്ചിയാ കാണുന്നേ? സാധാരണ പാർവതിയാ പൂജ പൂജ എന്ന് പറഞ്ഞ് വട്ട് പിടിച്ച് നടക്കുന്നേ. ഇതിപ്പോ അവളുടെ വട്ട് ഗാർഗിക്കും പാർന്നോ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. സഹവാസം പാർവതിയുടെ കൂടെ അല്ലേ? അപ്പൊ ഇതല്ല, ഇതിനപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി ഇവളും ആത്മാക്കളെ കാണാൻ തുടങ്ങുന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? എങ്കിൽ വിനയുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലാവും. പ്രവേച്ചി, എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു ഫ്രം കാനഡ. ആര്? ലളിത ചേച്ചിയോ? അന്ന് ഇവിടെ വന്ന് ഇളക്കി മറിച്ച് പോയതിനു ശേഷം എന്നെ വിളിച്ചിട്ടേയില്ല. ഞാനും വിളിക്കാൻ പോയില്ല. ഗോപിയേട്ടൻ തളർന്നു കിടക്കുകയാണെന്ന് വിശാല് വിളിച്ച് പറഞ്ഞിട്ട് പോലും ഒന്ന് വന്ന് കാണാൻ അവർക്ക് തോന്നിയില്ലല്ലോ. പിന്നെ ഇപ്പോഴെന്തിനാ ഒരു വിളിയും പറച്ചിലും? കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്ന് ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഈ നടക്കുന്ന ഐശ്വര്യ പൂജയുടെ കാര്യം വരെ ലളിത അമ്മ അറിഞ്ഞു കഴിഞ്ഞു. അതുമാത്രല്ല, ഈ പൂജയിൽ ഇന്ന് ലളിതാമ്മയും പങ്കെടുക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഒരു സൂചനയാണ് ആ സംസാരത്തിലുണ്ടായിരുന്നത്. ലളിതാദേവി ഇന്ന് വരുന്നുണ്ടെന്നോ? എന്റെ മുത്തപ്പ, കഴിഞ്ഞ തവണ കാട് ഇളക്കാനായിരുന്നെങ്കിൽ ഇത്തവണത്തെ വരവ് വെട്ടി നിർത്താനായിരിക്കും. നീ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ പ്രതാപ? അവര് വരും, ഗോപിയേട്ടനെ കാണും, അതേപോലെ തിരിച്ചു പോവും. അല്ലാതെ ലളിതാദേവി ഇവിടെ വന്ന് എന്ത് മലമറിക്കാനാ? ഗായത്രി ദേവി ചത്തു വലിഞ്ഞു. അതോടെ ഈ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഇവർക്ക് കാനഡ തന്നെ കിടന്നാ പോരെ? എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കെട്ടിക്കിടക്കുന്നേ മനുഷ്യന്റെ മനസ്സമാനം കളയാനായിട്ട്? അതെ, ആ ലളിതാദേവിയുടെ തങ്കക്കുടമാണ് പാർവതി. അതറിയാലോ ചേച്ചിക്ക്. വന്ന ഉടനെ തന്നെ പാർവതി എല്ലാം അവരുടെ ചെവിയിൽ ഓതിക്കൊടുക്കും.
അതോടെ നമുക്ക് മുട്ടം പണിയും കിട്ടും. കഴിഞ്ഞ തവണ വന്നപ്പോഴുള്ള നമ്മുടെ അവസ്ഥ അറിയാലോ ചേച്ചിക്ക്. അന് നീ ടെൻഷൻ അടിക്കാതെ പ്രതാപ, കാണാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇത്തവണ പാർവതി എല്ലാവരുടെയും മുമ്പിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് നീ കണ്ടോ? വാ നമുക്ക് താഴേക്ക് പോവാം. എന്താടി, ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞില്ലേ? പാർവതി എവിടെ? ഇപ്പൊ കഴിയമ്മേ. പാർവതി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. അവളാ ഇതെല്ലാം ഒരുക്കിയത്. ഡ്രസ് മാറാൻ പോയിരിക്കുക. ഒന്ന് വേഗം വേണം. കാനഡയിൽ നിന്ന് ലളിതാദേവി വരുന്നുണ്ട് ഈ പൂജയിൽ പങ്കെടുക്കാൻ. അല്ലേ, ആരോടും ആലോചിക്കാതെ പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ ഒരു ഐശ്വര്യ പൂജ നടത്തുന്നേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം?